ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്ത്രീകളിൽ കാണുന്ന പല ഇമോഷണൽ ചേഞ്ചസിനെയും നമ്മൾ വെറും അവൾക്ക് മൂഡ് സ്വിങ്സ് ആണ്, അത് കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ ഇമോഷണലി വരുന്ന മാറ്റങ്ങളും ജസ്റ്റ് മൂഡ് സ്വിങ്സ് അല്ല. അത് മേ ബി അവരുടെ ഉള്ളിൽ അത്രയും അധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് നിങ്ങളോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവാം. അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊരു മൂഡ് സ്വിങ്സ് ആണെന്ന് പറഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങളെ നമ്മൾ വഴിയൊരുക്കുകയാണ്. സോ എല്ലാ രീതിയിലുള്ള ഇമോഷണൽ ചേഞ്ചസും മൂഡ് സ്വിങ്സ് അല്ല. സ്ത്രീകളിൽ കാണപ്പെടുന്ന ചില കൈൻഡ് ഓഫ് മൂഡ് സ്വിങ്സ്, അതായത് ചില കൈൻഡ് ഓഫ് ഇമോഷണൽ ചേഞ്ചസ് നിങ്ങൾ കാര്യമായ രീതിയിൽ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചിട്ടാണ്. സ്ത്രീകളിൽ കാണുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇതിലൊന്നാമത്തെ കാര്യം, മുന്നേ ഇഷ്ടമായിരുന്ന കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്രഷന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ഹോപ്പിലാണ്. നാളെ എനിക്ക് അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇങ്ങനെ ഒരു നല്ല കാലം വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോപ്പിലാണ് എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പം ആ ഒരു ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആവുന്നു, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടമാവുന്നു. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തതാണ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണത്. കാരണം അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. സന്തോഷിക്കാൻ കഴിയാത്തൊരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കാണ് അങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഭൂമിയിൽ മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടാവോ? അല്ലെങ്കിൽ നമുക്ക് ജീവിക്കണം എന്ന് തോന്നുമോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവില്ലേ? ഈ സെയിം കാര്യമായിരിക്കും ആ ഒരു സ്ത്രീയുടെ മനസ്സിനുള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രം വരുന്ന ഒരു കാര്യമൊന്നുമല്ല. സോ ഇത്തരത്തിൽ നിങ്ങളോട് വന്നിട്ട് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മെയിൻ കാര്യം, ഇതാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. കാരണം അവർക്ക് പോലും അറിയില്ല എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം ഒരു സ്ത്രീ വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യരുത്. എന്താണ് പ്രശ്നം എന്നുള്ളത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ സീരിയസ്നെസ് എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് ഇമോഷണൽ ആവുക. അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ശരിക്കും ആ ഒരു കുഞ്ഞു കാര്യത്തിന് അത്രയും ദേഷ്യത്തിന്റെ ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഓവറായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിൻലി ദേഷ്യത്തേക്കാൾ കൂടുതൽ ഇതാണ് കാണാറ്, സങ്കടം. അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ലൈഫിൽ ഉണ്ടായാൽ പോലും ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടിരിക്കുക, അത് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുക. മേ ബി നിങ്ങളടുത്ത് വന്നിട്ട് തന്നെ ആയിരിക്കും കരയുന്നത്. അപ്പൊ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുക, സങ്കടം അവർക്ക് മാറുന്നേ ഇല്ല. ഇങ്ങനെ ഒരു സ്വഭാവ രീതി നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്നത് അവർ കുറെ കാലമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് അവർ ഇമോഷണൽ പ്രഷറിലാണ്. അത്രയും സമ്മർദ്ദം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് ഈ ഒരു ഇമോഷൻസ് ആയിട്ട് അവരുടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവളെന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത്, അല്ലെങ്കിൽ ഇവൾക്ക് വയ്യേ, ആ രീതിയിലൊക്കെയുള്ള തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നേക്കാം. പക്ഷെ നിങ്ങൾ ഇതിനെ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണണം. അവർക്ക് ഇമോഷണലി അവർ അത്രയും ടയേർഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഇമോഷണൽ പ്രഷർ ഉള്ളത് കാരണമാണ് അവർ ഈ രീതിയിൽ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള ആളുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇവരെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനും അതേപോലെ തന്നെ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവർക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, എനിക്ക് എന്തോ ഞാൻ ഓക്കെ അല്ല, എനിക്ക് എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഇങ്ങനെ മൈൻഡിൽ കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഇവരുടെ വൾണറബിൾ ആയിട്ടുള്ള സൈഡ് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കാം. ഇവര് ഒരുപാട് കരഞ്ഞിട്ടായിരിക്കാം ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വീക്ക് പോയിന്റ് ഉണ്ടല്ലോ, അതായിരിക്കാം ഇവർ ബാക്കിയുള്ളവരടുത്ത് തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഓപ്പൺ അപ്പ് ആവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവർ മാക്സിമം ഒറ്റയ്ക്കിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആരും അവരുടെ പ്രശ്നത്തെ കുറിച്ച് അറിയില്ല,
അല്ലെങ്കിൽ ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളാണ് പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട പോലത്തെ ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നും കൊടുക്കാത്ത കാരണം കൊണ്ട് അവർക്കിത് പറഞ്ഞ് മടുത്തത് കൊണ്ടും അല്ലെങ്കിൽ പറഞ്ഞ് അതിൻ്റെ ഒരു താല്പര്യമില്ലാത്തത് കാരണം കൊണ്ടും ഇവര് ഉൾവലിയ അല്ലെങ്കിൽ ആളുകളിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നൊക്കെ പറയും. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പൊ ഇവര് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു സമയത്ത് ഇവരുടെ ഒരു ലോകത്താണ്. ഇവർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈവൻ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്ന പല ആളുകൾക്കും ഈ ഒരു സിംറ്റം ആണ് ഇവർ ആദ്യം കാണിക്കുന്നത്, ഒറ്റപ്പെടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഇനി 4ാമത്തെ കാര്യം, എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുക മീൻസ് നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്നല്ല, അവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത്, എനിക്ക് ഇതിനുള്ള അർഹതയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ജീവിതം ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും അവരുടെ സംസാരം. അപ്പൊ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്ക് മേ ബി തോന്നാം ഇവളെന്ത് ബോറിംഗ് ആണ്, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ ഒരു ഇമോഷണൽ ഡ്രാമ കളിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. കാരണം ഇമോഷണലി ടയേർഡായ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തോട് അല്ലെങ്കിൽ താൻ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനോടൊക്കെ ഒരു തരം വെറുപ്പാണ് ഉണ്ടാവുക. ആ വെറുപ്പാണ് അവരെ പിന്നീട് ജീവിതം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. സോ ഈ രീതിയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് എന്താ ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം വേണ്ട, അല്ലെങ്കിൽ ഈ ജീവിതം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അവർ തന്നെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും നിങ്ങളോടും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നാം, പക്ഷേ അത് അവരുടെ ആ ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ 5ാമത്തെ ഒരു കാര്യം, സ്ത്രീകളിൽ കാണുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആങ്സൈറ്റി, അതേപോലെ തന്നെ ഓവർ തിങ്കിങ്. ഇവർക്ക് ചുറ്റുമുള്ള ആളുകളെ കുറിച്ച് വളരെയധികം നെഗറ്റീവായിട്ടായിരിക്കും തിങ്ക് ചെയ്യുന്നത്. നെഗറ്റീവായിട്ട് മീൻസ് അവരുടെ കുറ്റവും കുറവും ആലോചിക്കുക എന്നല്ല. അവര് ഈ രീതിയിൽ ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തു പോകാന്നുണ്ടെങ്കിൽ അവർക്ക് പോയാൽ എന്ത് സംഭവിക്കും, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, ഈ രീതിയിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും ഇവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ഒരാളല്ലല്ലോ ഉണ്ടാവുക, ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഇവരെ കുറിച്ച് എല്ലാം ഇവർ കൺസേൺ ആയിരിക്കും, ടെൻഷൻ ആയിരിക്കും. ഫോൺ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഇവർ പാനിക് ആവും, ഇവരിങ്ങനെ മെന്റലി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവർക്ക് തോന്നും എന്തിനാ ഇങ്ങനെ ഒരു ലൈഫ്, ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എന്തിനാന്നുള്ള ഒരു തോട്ട് അവരുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഈ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അവരോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ അവരുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള അവരുടെ ഒരു ഇഷ്യൂ ആണോ, അതോ ഇവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അത് സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ വൈഫോ ആരെങ്കിലും കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒരു മെന്റൽ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യരുത്. ഇതൊക്കെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഇഷ്യൂസ് ആണ്. മേ ബി ഇത് വളരെ നോർമലായിട്ട് കാണിക്കുന്ന, അതായത് നമ്മുടെ മൂഡ് സ്വിങ്സിന്റെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള സ്വഭാവ രീതികൾ കാണിക്കുന്നവരും ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ അസ്യൂം ചെയ്യരുത് ഒരിക്കലും. പക്ഷെ ഈ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് അവർ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.